സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു ജീവനൊടുക്കി. കാസർഗോഡ് വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ജീവനൊടുക്കിയത്. ആത്മഹത്യയായിരുന്നു. അപ്പം എല്ലാവരും അറിഞ്ഞു കാണും ഈ ഒരു വാർത്ത. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് ആളുകൾക്ക് അറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ചിന്നു പാപ്പു എന്ന് പറഞ്ഞ രേഷ്മ എന്നാണ് പുള്ളിക്കാരിയുടെ ഒറിജിനൽ നെയിം. ചിന്നു പാപ്പു എന്നാണ് പുള്ളിക്കാരിയെ അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. പുള്ളിക്കാരി അത്യാവശ്യം ആദ്യം വരുന്നത് ടിക്ടോക്കിലൂടെയാണ്. ടിക്ടോക്കിന് ശേഷമാണ് യൂട്യൂബിലേക്ക് വരുന്നത്. യൂട്യൂബിലേക്ക് വരാൻ കാരണം തന്നെ പുള്ളിക്കാരി ഒരു യുവാവുമായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ടാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അതിലൂടെയാണ് ജനങ്ങൾ പുള്ളിക്കാരി ആരാണെന്നും പുള്ളിക്കാരി എന്താണെന്നൊക്കെ പുള്ളിക്കാരിയെ തിരിച്ചറിയുന്നത് തന്നെ. ഓക്കെ, ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കാണുന്ന ആളുകളുടെ റിയൽ ലൈഫും റീൽസ് ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊന്നും കണ്ട് ആരും അനുകരിക്കരുത്. നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മൾ മൊബൈലിനകത്ത് ഇവരെയൊക്കെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഇവർ നന്മമരങ്ങളാണ്, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ പോലെ ആയിരിക്കണം, അവരെ പോലെ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ആ ക്യാമറയുടെ മുമ്പിൽ ഓണാക്കി വെച്ചിട്ട് അവർ കാണിക്കുന്ന എല്ലാം ഡ്രാമയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാം നാടകങ്ങളാണ്. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാലേ അവരെ റിയൽ ലൈഫ് എന്താണെന്നും ആ ഒരു വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നും മനസ്സിലാകത്തുള്ളൂ. അവരുമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയത്തുള്ളൂ. അപ്പം ഈ നാനാഭാഗത്ത് നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഈ ചിന്നു പാപ്പു എന്ന് പറഞ്ഞ ഈ രശ്മിക്ക് സംഭവിച്ചത് ഈ വഴിവിട്ട ഇവരെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് വഴിവിട്ട ലൈഫ് സ്റ്റൈൽ, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് അവരെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മനോരമ ന്യൂസിനകത്ത് വന്ന ആ ഒരു വാർത്ത ഞാൻ ഇവിടെ വയ്ക്കാം. നിങ്ങൾ വാർത്തയൊന്ന് കണ്ടു നോക്കുക. മനു, പ്രാഥമികമായി അറിയുന്നത് എന്തൊക്കെയാണ്? അനൂപ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ചിന്നു പപ്പു എന്നറിയപ്പെടുന്ന രേഷ്മ 24 വയസ്സുകാരി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ആദൂരിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കാസർഗോഡ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രശസ്തിയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി വീട്ടുകാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ പ്രകടിപ്പിച്ചതായി നിലവിൽ അറിവില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനിടെ എങ്ങനെയാണ്, എന്തുകൊണ്ടാകാം ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഉച്ചയോടുകൂടിയാണ് ഈ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ 24. ഓക്കെ, ഇപ്പം ഈ ചിന്നു പാപ്പു എന്ന് പറഞ്ഞ ഈ ഇൻഫ്ലുവൻസർ മരിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു ആൺ സുഹൃത്തുമായിട്ടുള്ളൊരു ബന്ധം. ആ ബന്ധം പുള്ളിക്കാരി ഓൾറെഡി മാരീഡ് ആയിരുന്നു. ഒരു 2 വർഷം മുൻപെയാണ് ആ യുവാവുമായിട്ട് ബന്ധം ഒഴിഞ്ഞ്, അത് ലീഗലി ബന്ധം ഒഴിഞ്ഞാണ്. അതിൽ 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, ആൺകുഞ്ഞുണ്ട്. അപ്പോൾ അതെന്നാൽ ഞാൻ പറയട്ടെ, ആ കുഞ്ഞിനോടൊക്കെ ചെയ്ത വലിയൊരു ചതി തന്നെയാണ് അല്ലേ? ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്ത് അല്ലേ? ആ കുഞ്ഞെന്ത് തെറ്റാണ് ഈ ഇവരോടൊക്കെ ചെയ്തിട്ടുള്ളത്? അതിനെ നോക്കി മാനമര്യാദയ്ക്കായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇപ്പോൾ പുള്ളിക്കാരിക്കുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി അത്യാവശ്യം നല്ല വീഡിയോസ് ഇടുന്നുണ്ട്, അതിലൂടെ നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്, പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി അത്യാവശ്യം വൈറലാവാൻ തന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ആ ഒരു സ്ലാഗാണ്. കാസർഗോഡ് ഭാഷയിലാണ് പുള്ളിക്കാരി ആ ഒരു ഭാഷ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഷ കേൾക്കാനൊക്കെ കൊണ്ട് ആൾക്കാർക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയുടെ ഭാഷ കേട്ട് പുള്ളിക്കാരിയെ ഫോളോ ചെയ്ത് പോകുന്ന കുറേ ആളുകൾ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം. പുള്ളിക്കാരിയുടെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ ഇവിടെ വെച്ച് തരാം. പുള്ളിക്കാരിയുടെ ഈ കാസർഗോഡ് സ്ലാഗിൽ അവതരിപ്പിച്ച് വീഡിയോ ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇത് ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ വീഡിയോ വരികയും കാണാനൊക്കെ ഞാനുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്ത് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ ചിന്നു പാപ്പു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് പോകുന്നത്. കാരണം ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പ്രൊമോഷൻ വർക്കുകളും കാര്യങ്ങളുണ്ട്. വളരെ സാധാരണപ്പെട്ട ഒരു വീട്ടിൽ കടന്ന് വളർന്നു വന്നൊരു പെൺകുട്ടിയാണ്. ഓക്കെ, ഞാൻ അവരുടെ വീഡിയോയും കൂടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള നല്ല രസകരമായിട്ടുള്ള സംസാര ഭാഷയിലൂടെയാണ് കാസർഗോഡ് ഭാഷയിൽ സംസാരിച്ചാണ് ആൾക്കാരെ അവരുടെ വീഡിയോസൊക്കെ കാണാനെ കൊണ്ട് കുറേ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അത് അവരുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്.
ഇവിടെ ഇവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ +2 പഠിക്കുന്ന സമയം തൊട്ടേ ഇവർക്ക് കല്യാണ ആലോചനകളുമായിട്ട് വീട്ടുകാർ ഓരോ പയ്യന്മാരെ കൊണ്ടുവരുന്ന സമയം തൊട്ട് ഇവർ ഈ രശ്മി എന്ന് പറയുന്ന ഈ പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയും. കാരണം ആ സമയം തൊട്ട് ഈ രശ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് മറ്റ് പല ആണുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ആ സമയം തൊട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അത് ഉൾപ്പെടെ ഇവിടെ ഞാൻ വെച്ച് തരാം. അവരുടെ വീഡിയോസിനകത്ത് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൈ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെയ്തൊരു വീഡിയോസിനകത്ത് അവരും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം തൊട്ടേ പല ആൺ സുഹൃത്തുക്കളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രകൃതമായിരുന്നു ഇവർക്കുള്ളത്. അപ്പോൾ അന്നേ ഇവർ നല്ല നല്ല ആലോചനകളൊക്കെ വന്ന സമയത്ത് ഇവർ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഒരുപാട് പേര് ചിലപ്പം ചിന്തിക്കും വീട്ടുകാർ നടത്തി കൊടുക്കാത്ത കല്യാണങ്ങൾ, ഇപ്പം സ്വന്തം ഇഷ്ടപ്രകാരമല്ലാത്ത വേറൊരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലും വീട്ടുകാർ നടത്തി കൊടുത്താലും ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പം കല്യാണം കഴിച്ച് വിടുന്ന വീട്ടിൽ ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ഇനി കല്യാണം കഴിപ്പിച്ച് വിട്ടാലും ഈ വല്ലവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലും അവരൊരു നന്നായാൽ അവരവർക്ക് കൊള്ളാം. അല്ലാതെ ഇത് വീട്ടുകാരുടെ തലയിലും എടുത്തേണ്ട കാര്യമില്ല, നാട്ടുകാരുടെ തലയിലും എടുത്തേണ്ട കാര്യമില്ല. അവരവരുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും മുമ്പോട്ടുള്ള ജീവിതങ്ങൾ. കല്യാണം കഴിപ്പിച്ച് മാന്യമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടാലും ഇനി വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയാലും അവരെ ക്യാരക്ടർ എങ്ങനെയാണോ അവരെന്താണോ അതുപോലെ ആയിരിക്കും മുമ്പോട്ടുള്ള അവരെ ജീവിതവും. അവർ ഇതുപോലുള്ള മുമ്പോട്ടും അവർ വീണ്ടും ഈ ജീവിതങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടും വീണ്ടും കയ്യിലിരിപ്പ് കാരണം മറ്റുള്ള റിലേഷൻഷിപ്പിലും അതിലൊക്കെ ചെന്ന് വീണ് കഴിയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവത്തേ ഉള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഇവർക്ക് സംഭവിച്ചത്. അങ്ങനെ ഈ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണ ആലോചനയൊക്കെ വന്നതിന് ശേഷം വേറെ പയ്യനുമായിട്ട് ഇവർക്ക് ഈ രേഷ്മയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഇവർ പഠിക്കാനൊക്കെ പോയി. പിന്നെ അതൊക്കെ ഇങ്ങനെ മാറി അവസാനം ഈ കല്യാണം കഴിച്ച വ്യക്തിയിലേക്ക് ചെന്നെത്തുവാണ്. ആ വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം, ആ വ്യക്തി പറയുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ ഒരു ടൈം പാസ് ആയിട്ടാണ് കൊണ്ടുനടന്നത്. ആ വ്യക്തി പറയുന്ന ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ രശ്മി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ, ചിന്നു പാപ്പ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ആദ്യം കല്യാണം കഴിച്ച ഡിവോഴ്സ് ആയ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പം അവൻ ഈ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് അവനിക്ക് വേറൊരു ലവർ ഉണ്ടായിരുന്നു. ആ ലവറിനെ മാറ്റി നിർത്തിയിട്ടാണ് ഈ കൊച്ചിൻ്റെ പുറകെ പോയത്. അതൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. അവരൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ ചിന്നു പാപ്പ പറയുന്ന ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളത് കണ്ടു നോക്കും. കാരണം ഇവരെയൊക്കെ വഴിവിട്ട ജീവിത രീതികളാണ് ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. അല്ലാതെ വേറൊന്നുമില്ല. ഒരു ബന്ധം തകരുമ്പം അടുത്ത ബന്ധത്തിലോട്ട് കയറി പിടിക്കുക, അത് തകരുമ്പോൾ അടുത്തതിലോട്ട് കയറി പിടിക്കുക. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നുള്ള പ്രഷർ ഇങ്ങനെ. അപ്പം സ്വാഭാവികമായിട്ട് പ്രഷർ കാണുമല്ലോ. ഒരു ബന്ധം തകർന്ന് അടുത്തതിലോട്ട് പോകുമ്പോഴത്തേക്ക് മുമ്പേ ഉള്ളവൻ അവൻ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തും. ഇങ്ങനെ നിരന്തരം ഭീഷണിയുമായിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. അങ്ങനെ വീണ്ടും ലൈഫിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ ഒരാളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇത് ഇവിടെ ഈ ചിന്നു എന്ന് പറയുന്ന ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തികളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം ഇവർ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു ആൺ സുഹൃത്തുമായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അത് ആൺ സുഹൃത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, പുതിയൊരു കാമുകൻ. ആ പുതിയൊരു കാമുകനായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഈ ചിന്നുപാപ്പുവിൻ്റെ ആത്മഹത്യക്ക് ശേഷം വീട്ടുകാർ പോലീസിനോട് പരാതിപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാർട്ടേഴ്സിൽ ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു. ആ ആൺ സുഹൃത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. നിരന്തരം വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വീട്ടുകാരടുത്ത് കിടന്നിട്ട് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാനോ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഒന്നും തയ്യാറായില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിരുന്നിട്ട് ഇതുപോലെ ഓരോന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുപോലെ പരാതിപ്പെട്ടിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നിലവിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ആത്മഹത്യ കുറിപ്പൊന്നും തന്നെ ആ വീട്ടിൽ നിന്നോ ആ റൂമിൽ നിന്നോ ഒന്നും ആ ക്വാർട്ടേഴ്സിൽ നിന്നോ ഒന്നും കിട്ടിയിട്ടില്ല നിലവിൽ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ റിലേഷൻഷിപ്പ് ഇങ്ങനെ മാറി പോകുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നിരന്തരം വഴക്കുകൾ. ഈഗോ എന്ന് പറയുന്ന സാധനമാണ്. സംശയങ്ങളും ഇതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരും. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഡിവോഴ്സും കൂടെ ആണ്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് ഏർപ്പെടുമ്പോഴത്തേക്ക് ആ വ്യക്തി നിരന്തരം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ഇതിനകത്തുള്ളതാണ്. എന്തായാലും ചിന്നു പാപ്പു തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കും. പുള്ളിക്കാരി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആലോചന വീട്ടുകാർ കൊണ്ടുവരുന്നതും മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ആ പയ്യനോട് വേണ്ടെന്നൊക്കെ പറഞ്ഞ് വിടുന്നതൊക്കെ പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കും.
+2 കഴിഞ്ഞ പാടന്നെ എനിക്കൊരു കല്യാണ ആലോചന വന്നിട്ടാകുമ്പോഴേക്ക് ഞാൻ അവനോട് പറഞ്ഞു, ആ കല്യാണം ആലോചിച്ചിട്ട് വന്നിട്ട് മോനോട് ഞാൻ കല്യാണം പെണ്ണ് നോക്കാൻ വന്നതന്നെ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വേറെ ലവ് ഉണ്ട്, എന്നിട്ട് വീട്ടുകാർക്ക് അറിയുമെന്ന് ചോദിച്ചാൽ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞില്ല അറിയില്ല. അപ്പം ശരിയെന്ന് പറഞ്ഞു. വന്നപ്പാടന്നെ ഒരാളെ ഇഷ്ടപ്പെടാനൊന്നും പറ്റില്ലല്ലോ. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഓന് വീട്ടിലെല്ലാം അറിഞ്ഞു എനിക്ക് വേറെ ലവ് ഉണ്ട്. അങ്ങനെ കുറേ പ്രശ്നമായി. വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെന്റ് ഉറപ്പിച്ചു. എന്നിട്ട് ഞാൻ മിണ്ടാതെ നിന്നു, സാരമില്ല സഹിച്ചിട്ട് നിന്നു. എന്നിട്ട് പിന്നെ കുറേ ഗുൽമാലല്ലായി. ഞാൻ എൻഗേജ്മെന്റ് മുടക്കി, എനിക്ക് വയസ്സായിട്ടുണ്ടായിട്ടല്ലോ, ചെറിയ വയസ്സല്ല. അപ്പം എൻഗേജ്മെന്റ് എല്ലാം മുടങ്ങിയിട്ട് പിന്നെ വീട്ടുകാർക്ക് അപ്പം തന്നെ വേണ്ടാന്ന് വെക്കായിരുന്നു. പിന്നെ എൻ്റെ തെറ്റുണ്ട്, കുറേ ഞാനും തെറ്റ് ചെയ്തില്ല. വീട്ടുകാർ ഇത്ര വലുതാക്കി അങ്ങനെ അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് സമ്മതിച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ആ ലവ് ഉണ്ടായിട്ട് അതും പോയി. പിന്നെ ഈ കല്യാണത്തിൽ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ട് എന്നിട്ട് കല്യാണം മുടക്കി എന്ന് പറയാം. ഒരു കണക്കിന് കല്യാണം മുടങ്ങിയിട്ട് കുറച്ച് കാലം കുറേ വീട്ടുകാർ അങ്ങനെ വലിയ മിണ്ടിക്കൊണ്ടൊന്നും ഉണ്ടായിട്ട് എന്നോട് ഓർഫനേജിലെല്ലാം പോയിട്ട് നിൽക്കേണ്ടി വന്നു കുറച്ച് ദിവസം. വീട്ടുകാർക്ക് നല്ലോണം സങ്കടം ഉണ്ടാവും. എന്താ പറഞ്ഞാൽ വീട്ടുകാർ, ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കുന്നില്ല, ഇത്ര വലുതാക്കിയല്ലേ മക്കളെ, അങ്ങനെ കുറേ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാസർഗോഡ് പഠിക്കാൻ പോയി. ആടെ പഠിക്കാൻ പോകുമ്പോൾ വിരഹന്മാനിൽ ഞാൻ പഠിച്ചത്. ആടെ പഠിക്കാൻ പോകുമ്പോഴേക്ക് ആകെ ഉണ്ടായ കുറേ ഫ്രണ്ട് ഉണ്ടായിട്ടൊരു പെണ്ണ്. പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ബോയ്സ് പറഞ്ഞെങ്കിൽ ആകെ എത്ര മുമ്പേ ഉള്ള ഫ്രണ്ട്സാണ്. ഓരെല്ലാം ഫീസ് തന്നുകൊണ്ടുണ്ടായി. അങ്ങനെ പഠിച്ചു. അമ്മയും കുറേ ഹെൽപ്പാക്കി. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എല്ലാം പ്രശ്നം സോൾവ് ആയി. പിന്നെ ഞാൻ അച്ഛനമ്മേനോടും പറഞ്ഞു ഞാനിവിടെ കോളേജ് നിർത്തി. എന്നിട്ട് ഞാൻ എറണാകുളം പോയിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ എറണാകുളം പോകുന്നതിനായിട്ട് മുമ്പാണ് ഏട്ടനെ പരിചയപ്പെട്ടെ. അതെല്ലാം പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഇത്ര കാര്യമാണ്. കേട്ടല്ലോ പുള്ളിക്കാരി പറഞ്ഞത്. അപ്പം ഈ +2 പഠിക്കുന്ന പ്രായം തൊട്ടേ പുള്ളിക്കാരിക്ക് ഇത് തന്നെയായിരുന്നു ജോലി. ഇവിടെ ഞാൻ കുറ്റം പറയുമല്ല, പുള്ളിക്കാരി ഇപ്പം ജീവനോടില്ല. പക്ഷേ ഈ വഴിവിട്ട ലൈഫ് സ്റ്റൈലാണ് പുള്ളിക്കാരി ഇവിടെ കൊണ്ട് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയണം. ഇപ്പം പുള്ളിക്കാരിക്ക് എന്തിൻ്റെ കുറവുണ്ട്? കയ്യിൽ നല്ല ഏണിങ്സ് വരുന്നുണ്ട്, പ്രൊമോഷനുണ്ട്, എല്ലാം ഉണ്ട്. പോരാത്തതിന് 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു നിമിഷം ആ കുഞ്ഞിനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമോ? ഇല്ല. ഇവർ ചിന്തിച്ചത് എന്താണ്? ഏതോ എവിടുന്നോ കടന്ന ഒരുത്തൻ കയറി വന്നിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്ന് കൂടി മാനസികമായിട്ട് പീഡിപ്പിച്ച് നടക്കുന്ന ഒരുത്തിനെ പറ്റി ചിന്തിച്ചാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒരു നിമിഷം ആ 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഓർത്തായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു? ഇല്ല, ഒരിക്കലും ചെയ്യത്തില്ല. ആ കുഞ്ഞിനി എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ ഇനി ആര് നോക്കും? ഇന്നലെ വരെ സ്വന്തം അമ്മയുടെ പാല് കുടിച്ച് അമ്മയുടെ മാറിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ള ആ കുഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ അമ്മ ഇല്ലെന്ന് അറിയുമ്പോഴത്തേക്ക്, അമ്മയെ കാണാറാകുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ വിഷമം, ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഈ വഴിവിട്ട ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടക്കുന്ന ഇവരെ പോലുള്ള ആളുകൾക്കെല്ലാം ഇതാണ് അവസ്ഥ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മൾ ഈ കാണുന്നതൊന്നും റിയൽ അല്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇവരെയൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതൊന്നും റിയൽ ആയിട്ടുള്ള ലൈഫല്ല. ഇവരെയൊക്കെ ലൈഫിൻ്റെ പുറകിൽ വേറൊരു മുഖമൂടി തന്നെ ഉണ്ടെന്ന് നമ്മൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇവരെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തങ്ങ് പോവുക. അല്ലാതെ ഇവരെയൊന്നും ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ തലയിൽ കയറ്റി വയ്ക്കാൻ നടക്കല്ലേ. പിന്നെ ഇതൊക്കെ അവരോരോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ശരി തന്നെ. പക്ഷേ ഇത് ഇങ്ങനെ ഇവർ അവരെ ജീവിത സാഹചര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിരുന്ന സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് പൊതുസമൂഹം കൂടെ ചർച്ച ചെയ്യും. അത് വേറൊരു കാര്യം. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക, അവരോരോ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കുക. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, നമ്മളൊന്നും അറിയാത്തതാണ്. ഇതുപോലുള്ള മാനസിക സംഘർഷത്തിൽ ഒരുപാട് സ്ത്രീകൾ സ്വയം ജീവൻ ഒടുക്കി പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അത് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇനി ഞാൻ 2 വർഷം മുമ്പ് വെറൈറ്റി മീഡിയയ്ക്ക് ചിന്നു പപ്പുവിൻ്റെ ഹസ്ബൻഡും കൂടെ, അന്ന് കല്യാണം കഴിച്ച ആ വ്യക്തി ഉണ്ടല്ലോ, അപ്പം ഇവരിപ്പോൾ നിലവിൽ ലീഗലായിട്ട് ഡിവോഴ്സായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്. രണ്ട് വഴിക്കാണ്. അതിനൊക്കെ ശേഷമാണ് വേറെ ബന്ധങ്ങളിലേക്ക് ഈ പെൺകുട്ടി രേഷ്മ എന്ന് പറയുന്ന ഈ ചിന്നു പപ്പു പോയി വീണുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഓക്കെ, ഞാൻ അന്ന് വെറൈറ്റി മീഡിയയിലേക്ക് ഇൻ്റർവ്യൂവിന് കൊടുത്ത ആ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ വെച്ച് തരാം. അതിനകത്ത് ഈ വ്യക്തി, അന്ന് കല്യാണം കഴിച്ച ഈ വ്യക്തി, ആ വ്യക്തിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ആ വ്യക്തിക്ക് അവനിക്ക് വേറൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ചിന്നു എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ഇവനിക്ക് പെട്ടെന്നൊരു ഇഷ്ടം തോന്നുന്നു, ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ടൈം പാസും, അത് അവൻ തന്നെ പറയുന്നുണ്ട്, അതൊരു ടൈം പാസ്സാണെന്ന്. ഇതിനകത്ത് വലിയൊരു ചതി തന്നെ ഒളിഞ്ഞിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുമല്ല, ഇത് ഈ പെൺകുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവും പക്വതയും എല്ലാം ഉണ്ടായിരുന്നല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഗൽ പരമായിട്ട് അത് ഡിവോഴ്സായി പോയി. അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത്
ലീഗലി അത് ഡിവോഴ്സ് ആയിപ്പോയി. പക്ഷെ എന്നിട്ടും വീണ്ടും ഇതുപോലുള്ള ബന്ധങ്ങളിലേക്ക് ഈ പെൺകുട്ടി എന്തിനാണ് പോയി ചാടി വീണുകൊണ്ടിരുന്നത്? ഈ പെൺകുട്ടിക്ക് വിവരമുണ്ട്, പക്വതയുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, അത്യാവശ്യം വിവരവും ബോധമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് അല്ലേ? അപ്പോൾ ഇത്രയും അറിഞ്ഞു വെച്ചിട്ട് വീണ്ടും വീണ്ടും ഓരോ ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ അത് കുഴപ്പം തന്നെയാണ്. അത് വീട്ടുകാരൊത്ത് അത് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ നിന്നതുമില്ല. ആ വീട്ടുകാരെങ്കിലും പുള്ളിക്കാരിക്ക് ഒന്നൊരു സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനെതിരെ ഒരു പരാതിയുമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ട് വീട്ടുകാർ ആ പെൺകുട്ടിക്കുള്ള ഒരു സപ്പോർട്ട് ഇതിന് മുമ്പ് കൊടുത്തില്ല? സ്വന്തം വീട് കടന്നിട്ട് വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം വീട്ടുകാരുടെ കയ്യിലും തെറ്റുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ആ സമയത്ത് ഈ അത്യാവശ്യം വൈറലായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ ആ സമയത്ത് ഇവരെ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ ആ ഒരു കോമഡി എന്ന് വെച്ചാൽ കാസർഗോഡിൻ്റെ ഭാഷ അവതരിപ്പിച്ചുകൊണ്ടൊരു സ്കിറ്റൊക്കെ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ആ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ടൈം പാസ് ആയിട്ട് വേറൊരു പെൺകുട്ടിയായിട്ടൊരു ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് ആ ഒരു ബന്ധത്തിലേക്കൊക്കെ ചെന്ന് ചാടി കൊടുത്തത്? കാരണം ആ ബന്ധം ഒരുപാട് നാളൊന്നും നിലനിന്നില്ലല്ലോ. കാരണം ഒരു കുഞ്ഞായ സമയത്ത് അത് വേർപിരിഞ്ഞ് രണ്ട് വഴിക്ക് പോകണമെന്നാണ്. അവിടെയും സംശയങ്ങളാണ് ഇവരെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ. മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം. വേറെ ആരും വിളിക്കാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ സംശയം, ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഉണ്ട്. കാരണം രണ്ട് വ്യക്തികളും ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വ്യക്തികളും പോകുന്നത് ഒരേ തലത്തിലൂടെയാണ്. ഇങ്ങനെയുള്ള വഴിവിട്ട ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഒരു കാരണം വെച്ചാലും ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുടുംബജീവിതത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഒരു ചർച്ചയായ ഒരു വിഷയമാണ് അല്ലേ? അപ്പോൾ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഇതുപോലുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇതുപോലുള്ള ആളുകളുടെയൊക്കെ ജീവിതങ്ങൾ കണ്ടിട്ട് അതുപോലെയാണ്, അല്ലെങ്കിൽ ലൈഫ് അതുപോലെയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച് അത് പിൻപറ്റി പോവാതിരിക്കുക. റിയൽ ലൈഫൊക്കെ തമ്മിൽ റീൽസ് ലൈഫൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവരൊക്കെ ഈ കാണിക്കുന്നതെല്ലാം അത് വേറൊരു വേർഷനാണ്. അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു യുഗമാണ്. അതിനകത്ത് പല കോപ്രായങ്ങളും പലതും കാണും. അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ നിൽക്കില്ല. ഇതിലൂടെയൊക്കെ തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും പുള്ളിക്കാരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഞാൻ വീണ്ടും പറയുവാണ്, ഈ ആത്മഹത്യ എന്ന് പറഞ്ഞത് ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒന്നിനൊരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാനും പോകുന്നില്ല. ആത്മഹത്യ ചെയ്തുകൊണ്ടിട്ട് നീതി കിട്ടാൻ പോകുന്നു? ഇല്ല, നീതി കിട്ടാൻ പോകുന്നില്ല. ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല. ഇപ്പം ഈ പെൺകുട്ടി കാരണം ഒരു വഴിയാധാരമായത് ഒരു 2 വയസ്സുള്ളൊരു പൊടിക്കുഞ്ഞാണ്. ഈ പെൺകുട്ടി മാത്രമല്ല, ഈ പെൺകുട്ടിയെ വീണ്ടും പറഞ്ഞ് ധരിപ്പിച്ച് ഈ പെൺകുട്ടി ഒരു മാരേജ് കഴിഞ്ഞൊരു വ്യക്തിയാണെന്ന്, ഡിവോഴ്സായി 2 വയസ്സുള്ള മോനുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ ലൈഫിലേക്ക് വീണ്ടും ഇടിച്ചു കയറി വന്ന അവൻ ഉൾപ്പെടെയാണ് ഇതിന് ഉത്തരവാദി. അവനും കൂടെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ കല്യാണം കഴിച്ച് അന്തസ്സോടു കൂടി ഒരുമിച്ച് ജീവിക്കണം. എന്തായാലും ആദ്യത്തെ ബന്ധം ലീഗലി വേറെ പിരിഞ്ഞല്ലോ. അപ്പം ഇത് അന്തസ്സോടെ കല്യാണം കഴിച്ച് വീട്ടുകാരെ സമ്മതത്തോടു കൂടി ജീവിക്കാൻ പഠിക്കണമായിരുന്നു. അല്ലാതെ അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന് റൂം എടുത്ത് ക്വാർട്ടേഴ്സ് എടുത്ത് ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ച് ആ ഒരു വ്യക്തികളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ അവസാനം കൊണ്ട് എത്തിച്ചിട്ട്, വ്യക്തി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെയും ഇപ്പം കണ്ട കുഞ്ഞിൻ്റെയും കണ്ടില്ലേ, രണ്ടുപേരെയും ജീവിതം പോയില്ലേ. ആ കുഞ്ഞിനെ ഇനി ആര് നോക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന ആ കുഞ്ഞിൻ്റെ അമ്മയെ ഒരു ദിവസം കാണാതെ ഇരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ കാരണം പല ആളുകളും ദുഃഖിക്കേണ്ടി വരും ലൈഫിനകത്ത്. ഇപ്പം ഈ ചിന്നുപാപ്പ എന്ന് പറഞ്ഞ ഇവർ കാണിച്ച ഈ അതിബുദ്ധി ഉണ്ടല്ലോ, അതിബുദ്ധി തന്നെയാണ്. ആ അതിബുദ്ധി കാരണം ആ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞാണ് ഇനി വേദനിക്കാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം, ഇനിയിപ്പം ഇതിനകത്ത് എടുക്കേണ്ട തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഭർത്താവുണ്ടല്ലോ ലീഗലി ഒഴിഞ്ഞ, അവൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുക. കാരണം അവൻ്റെ കുഞ്ഞാണല്ലോ. ബന്ധം ഒഴിഞ്ഞാലും അവൻ്റെ കുഞ്ഞല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവൻ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുക. അതേ ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഈ വലിഞ്ഞേറിയ വന്നവൻ ഈ കുഞ്ഞിനെ നോക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഒരിക്കലും അവൻ നോക്കത്തില്ല. അവൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നടന്നു, അവൻ്റെ പാട്ടിന് പോയി, ആ കൊച്ചിൻ്റെ ലൈഫ് പോയി, അത്ര തന്നെ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.